പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞായറാഴ്ച 15-ാം തീയതി നമ്മളുടെ വിടുതൽ ശുശ്രൂഷയാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് 4:15 ജപമാലയോടെ ശുശ്രൂഷകൾ ആരംഭിച്ച് 5 മണിക്ക് പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ശക്തമായിട്ട് ആ ഒരു കെട്ടുകൾ അഴിക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിച്ച് ഉള്ള ശുശ്രൂഷകളെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് വെളിപാട് 3:5. അവിടെ വചനം വെളിപ്പെടുന്ന എങ്ങനെയാണ്? വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഈ വെള്ളവസ്ത്രം ധരിക്കാനുള്ള ഒരു വെമ്പലാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എന്തുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കൾ, പ്രിയ സഹോദരങ്ങൾ, ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, യേശുവിനെ പ്രതി പീഡനങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ ഉണ്ടായപ്പോഴും അവർ ചഞ്ചലചിത്തരായില്ല. അവർ ശരിക്കും അതുപോലെ സ്ട്രോങ് ആയിട്ട് അവരവിടെ നിന്നു. ശരിക്കും ഒരു യേശുവാകുന്ന പാറമേൽ ഉറച്ചു നിന്നു. കാരണം എന്താ? അവർക്കറിയാമായിരുന്നു ഞങ്ങൾക്ക് ഒരു വെള്ളവസ്ത്രം, അതായത് ഞങ്ങൾക്കൊരു സമ്മാനം, സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു സമ്മാനമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഈ സഹനം, ഈ വേദന, ഈ കണ്ണുനീര് ജീവന്റെ പുസ്തകത്തില് അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ഒരു പോസിറ്റീവായിട്ട് ഒരു പോയിന്റ് കൂടും. നമുക്ക് ഒരു പോയിന്റിൽ 2, 5, 10 പോയിന്റുകൾ കൂടും. ഇന്നത്തെ ദിവസം ഒരു സഹനം ഉണ്ടായി, ഇന്നത്തെ ദിവസം ഒരു തെറ്റിദ്ധാരണയുണ്ടായി, ഇന്നത്തെ ദിവസം ഒരു രോഗപീഠയുണ്ടായി. അതൊക്കെ അൽഫോൻസമ്മ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആവിലായിൽ അമ്മ ത്രേസ്യയാണ് ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം, അങ്ങനെയാണ് പറഞ്ഞത്. കാരണം ജീവന്റെ പുസ്തകത്തില് നമ്മുടെ വെയിറ്റേജ് കൂടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ വചനം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. വെളിപാട് 3:5 വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. പ്രിയ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഏറ്റെടുക്കുന്ന സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും സങ്കടങ്ങളും ഒറ്റപ്പെടലും ഇതെല്ലാം ഞങ്ങൾക്ക് ജീവന്റെ പുസ്തകത്തിൽ കയറാനുള്ള ഒരു വഴിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ട കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ശുശ്രൂഷയുടെ മേലെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവമേ, ഇന്ന് ഏതെങ്കിലുമൊക്കെ മടിയന്മാർ ഇങ്ങനെ വേണോ വേണ്ടേന്നൊക്കെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം തൊടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.